നമസ്കാരം. കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദം JN.1 കേരളത്തിൽ സ്ഥിരീകരിച്ചു. 79 വയസ്സുകാരിയായ രോഗിയിലാണ് പുതിയ വകഭേദം തിരിച്ചറിഞ്ഞത്. രാജ്യത്ത് സ്ഥിരീകരിക്കുന്ന ആദ്യ JN.1 കേസാണിതെന്ന് ഇന്ത്യൻ SARS-CoV-2 ജീനോമിക്സ് കൺസോർഷ്യമായ ഇൻസാകോഗാണ് പുതിയ വകഭേദം കണ്ടെത്തിയത്. നിലവിൽ രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നവംബർ 18-ന് കോവിഡ് സ്ഥിരീകരിച്ച സാമ്പിളിൽ നടത്തിയ ജനിതക പരിശോധനയുടെ ഫലം 13-നാണ് ലഭ്യമായത്. ഇതോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജാഗ്രതയും തയ്യാറെടുപ്പും ശക്തമാക്കി. BA.2.86 വകഭേദത്തിൽ നിന്നുമുണ്ടായ പുതിയ രൂപമാണ് JN.1. ചെറിയ ലക്ഷണങ്ങൾ മാത്രമാണ് ഇവർക്കുണ്ടായിരുന്നതെന്നും രോഗി സുഖം പ്രാപിച്ചതായും ഇൻസാകോഗ് അറിയിച്ചു. പുതിയ COVID-19 വകഭേദങ്ങളെ ക്രമപ്പെടുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു മൾട്ടി ഏജൻസി പാൻ ഇന്ത്യ നെറ്റ്വർക്കാണ് ഇൻസാകോഗ്. അതിവേഗം പകരുന്ന വകഭേദമായാണ് JN.1-നെ ആരോഗ്യ വിദഗ്ധർ കണക്കാക്കുന്നത്. BA.2.86 വകഭേദത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് JN.1. പകർച്ചാശേഷി കൂടുതലായതിനാൽ രോഗികളുടെ എണ്ണം ഉയരാൻ ഈ വകഭേദം കാരണമായേക്കും. നിലവിലുള്ള വാക്സിനുകൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇതിനിടയിൽ രാജ്യത്ത് വെള്ളിയാഴ്ച 312 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചിരുന്നു. ഇതിൽ 280 രോഗികളും കേരളത്തിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതോടെ ഇന്ത്യയിലെ ആക്റ്റീവ് കോവിഡ് കേസുകളുടെ എണ്ണം 1296 ആയി. വെള്ളിയാഴ്ച 17,605 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ നിന്നാണ് 312 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. 1.7% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. പകർച്ചപ്പനിക്കൊപ്പം സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണവും ഉയരുന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ബുധനാഴ്ച ചികിത്സയിലുണ്ടായിരുന്നത് 949 പേരായിരുന്നു. പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 100-നും 150-നും ഇടയിലാണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഒരു മാസത്തിനിടെയാണ് രോഗികളുടെ എണ്ണം ഇത്രയും അധികം ഉയർന്നത്. രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്ന കോവിഡ് ബാധിതരിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. 1091 പേരാണ് രാജ്യത്ത് ആകെ ചികിത്സയിലുള്ളത്. കേരളത്തിൽ പരിശോധനയും രോഗികളുടെ വിവരം കൈമാറുന്നതും കാര്യക്ഷമമായതിനാലാണ് കണക്ക് ഉയർന്നു നിൽക്കുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. ഒമിക്രോൺ ഉപവകഭേദമായ BA.2.86-ന്റെ വ്യതിയാനത്തിന് വിധേയമായി രൂപാന്തരം പ്രാപിച്ചതാണ് JN.1. അതിന്റെ സ്പൈക്ക് പ്രോട്ടീനിലാണ് ഈ രൂപാന്തരം സംഭവിച്ചിരിക്കുന്നത്. ആഗോള വ്യാപകമായി ആരോഗ്യ ഏജൻസികൾ ജാഗ്രതയോടു കൂടിയാണ് JN.1 വേരിയന്റിനെ കാണുന്നത്. സിംഗപ്പൂരിൽ പടരുന്ന കോവിഡ് വകഭേദത്തിൽ 60% BA.2.86 ആണ്. വർഷാവസാന ആഘോഷങ്ങൾ നടക്കുന്നതിനാലാണ് അവിടെ കോവിഡ് കേസുകൾ കൂടുന്നതെന്നാണ് കണക്കാക്കുന്നത്. സെപ്റ്റംബർ മാസം ആദ്യമായിട്ടാണ് കൊറോണയുടെ പുതിയ വകഭേദമായ JN.1 ആദ്യമായി തിരിച്ചറിയുന്നത്. ഇതിപ്പോൾ US ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതേസമയം 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ കോവിഡ് കേസുകൾ അതിവേഗം വർദ്ധിക്കുന്നതായി നാഷണൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോവിഡ് ടാസ്ക് ഫോഴ്സിന്റെ സഹചെയർമാൻ രാജീവ് ജയദേവൻ പറഞ്ഞു. കേരളത്തിലുൾപ്പെടെ ആളുകളിൽ കോവിഡ് വ്യാപിക്കുന്നുണ്ട്. എന്നാൽ രോഗത്തിന്റെ ഗുരുതരാവസ്ഥ പഴയ പോലെ തന്നെയാണ്. ജീനോം സീക്വൻസിംഗ് പ്രകാരം എല്ലാ പ്രദേശങ്ങളിലും പടർന്നു പിടിക്കാവുന്ന തരത്തിലുള്ള വൈറസാണിത്. 2023 ഏപ്രിലിൽ XBB കോവിഡ് വൈറസ് വകഭേദം ഇത്തരത്തിൽ പടരുന്നതായിരുന്നു. ഡിസംബറിൽ നടത്തിയ ജീനോം സീക്വൻസിംഗിൽ കേരളത്തിലാണ് JN.1 കോവിഡ് വകഭേദം കണ്ടെത്തിയിരിക്കുന്നത്. അതിവേഗം പടരുന്നതും ഗുരുതരമായി രോഗപ്രതിരോധ ശേഷിയെ തകർക്കുന്നതുമായ ഒരു COVID-19 വകഭേദമാണെന്ന് രാജീവ് ജയദേവൻ കൂട്ടിച്ചേർത്തു. മുൻകാല വകഭേദങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ വകഭേദം. നേരത്തെ കോവിഡ് ബാധിച്ചവരെയും കോവിഡ് വാക്സിൻ എടുത്തവരെയും JN.1 എന്ന കോവിഡ് വകഭേദം ബാധിക്കും. നിരവധി പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഈ വകഭേദം അതിവേഗം വ്യാപിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി അന്താരാഷ്ട്ര യാത്രികർ വരുന്ന ഇന്ത്യയിലും സാഹചര്യം വ്യത്യസ്തമല്ലെന്നും രാജീവ് ജയദേവൻ പറഞ്ഞിരുന്നു.